ഉയിർപ്പുകാലം 4-ാം ഞായർ. മത്തായി 28:16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ധന്യമായ താബോർ മലയെക്കുറിച്ച് ധ്യാനിക്കുവാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. താബോർ മല ഒരു പ്രതീകമായി തീർന്നിട്ടുണ്ട്. കർത്താവ് ഈശോ അവിടെ നിന്നും വിടപറഞ്ഞ് സ്വർഗത്തിലേക്ക് പോയതിനു ശേഷം മരണത്തോടുകൂടെയുള്ള വിടപറയലായിരുന്നില്ല അത്. ഉത്ഥാനശേഷം ഈ ലോകത്തിൻ്റെ പരിമിതികളെ അതിജീവിച്ച് പരലോകത്തിൻ്റെ അപ്രാപ്യമായ അകലത്തെ വെട്ടിച്ചുരുക്കിയാണ് അവിടെ നിന്നും സ്വർഗാരോഹണം ചെയ്തത്. സ്വർഗമെന്നാണ് നമുക്ക് ഭാവനയിലൂടെ സുപരിചിതമായ പരലോകത്തിൻ്റെ പേര്. സ്വർഗം എവിടെയെന്ന് നമ്മുടെ ഭാവന ചിത്രീകരിക്കുന്നത് ദൃശ്യമായ ആകാശത്തിനും ചക്രവാളത്തിനും അപ്പുറത്തുള്ള ഒരു ലോകം ആയിട്ടാണ്. സ്വർഗസ്ഥനായ പിതാവേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അറിയാതെ തന്നെ നമ്മുടെ കണ്ണുകൾ സ്വർഗത്തിൻ്റെ കവാടമായ ആകാശത്തിലേക്ക് ഉയരും. മണ്ണും വിണ്ണുമെന്ന വേർതിരിവ് നമ്മുടെ കാഴ്ചപ്പാടുകളെയും കാഴ്ചകളെയും വേർതിരിക്കുന്നു. മണ്ണിലേക്ക് തിരിച്ചു പോകാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മണ്ണ് മരണത്തിൻ്റെ പ്രതീകമായി തീർന്നിരിക്കുന്നു. അവിടെ നിന്നാണ് എല്ലാ ജീവനും പൊട്ടിമുളയ്ക്കുന്നതെങ്കിലും ദൃശ്യ സാന്നിധ്യത്തെ വെടിഞ്ഞ് സാർവത്രിക സാന്നിധ്യമായിത്തീരുന്ന ഉറപ്പു നൽകുന്ന അവിടുത്തെ വാക്കുകളാണ് ഇന്നത്തെ സുവിശേഷത്തെ ഒരു വാഗ്ദാനവും വെളിപാടുമാക്കുന്നത്. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ഒരു കടന്നുപോകലിൽ താബോർ മല ഒരു ലോഞ്ചിങ് പാഡ് പോലെയാണ്. അവിടെ നിന്ന് സ്വർഗത്തിലേക്ക് മാത്രമല്ല, എല്ലാ ദിശകളിലേക്കും സമയത്തിൻ്റെ അതിർത്തികളിലേക്കുമാണ് കടന്നുപോയത്. സ്ഥലത്തിൻ്റെയും സമയത്തിൻ്റെയും പരിധിയില്ലാത്ത വിശാലതയിലേക്കാണ് കർത്താവ് ഈശോ കടന്നുപോയത്. എന്നാൽ തൻ്റെ ശിഷ്യന്മാരെ തനിച്ചാക്കിയിട്ടില്ല അവിടുന്ന് നിന്നും ഉയർന്നുപോയത്. അന്നുവരെ ശിഷ്യന്മാരായിരുന്നവരെ അപ്പസ്തോലന്മാരാക്കി ലോകത്തിൻ്റെ വിശാലതയിലേക്ക് അവിടുന്ന് അയക്കുകയാണ് ചെയ്തത്. അവരുടെ അയക്കപ്പെടലിൽ അവരുടെ കൈകളിൽ ഒതുങ്ങാത്ത ഒരു ദൗത്യമുണ്ടായിരുന്നു. അതുപോലെ അവരുടെ കാലുകൾക്ക് എത്തിപ്പെടാൻ സാധിക്കാത്ത ദൂരവും. ആ അയക്കപ്പെടലിൽ നമ്മളും ഭാഗവാക്കുകളാകുകയാണ്. സമയത്തിൻ്റെ നീണ്ടു പോകുന്ന വഴിയിലൂടെ കർത്താവ് ഈശോ അവരെ അയക്കുന്നത് തുടർ യാത്രയ്ക്കുള്ള ശിഷ്യന്മാരെ കണ്ടെത്തുവാനും അവരെ തുടർന്ന് അയക്കുവാനുമാണ്. ഒരു റിലേ റേസിൻ്റെ പോലെ ദൗത്യം കൈമാറി അവർ മുന്നോട്ട് പോകണം. ഒരിടത്തും തങ്ങി നിൽക്കാനുള്ളതല്ല അയക്കപ്പെടലിൽ അടങ്ങിയിരിക്കുന്ന ദൗത്യം. അതാണ് കർത്താവ് നൽകുന്ന ദൗത്യം. ഒരു സ്ഥാപനത്തിന് എസ്റ്റാബ്ലിഷ്മെൻറ്റിന് വേണ്ടിയായിരുന്നില്ല ആ അയക്കപ്പെടൽ. അതായത് ഒരിടത്ത് കെട്ടിക്കിടന്ന് ദൈവരാജ്യത്തെ ഒരു സ്ഥാപനമായും സൗധമായും പടുത്തുയർത്തുവാനുള്ളതായിരുന്നില്ല. സഭ എന്നത് എല്ലാ ദിശകളിലേക്കും നിരന്തരം ഒഴുകിയിറങ്ങുന്ന സജീവവും ചലനാത്മകവുമായ ഒരു സാന്നിധ്യമാണ്. സ്ഥാപനവൽക്കരണം അതിൻ്റെ സത്തയ്ക്ക് അന്യമാണ്. യഹൂദമതത്തിൻ്റെയും മറ്റെല്ലാ മതങ്ങളുടെയും പോലെ കേന്ദ്രീകരണത്തിലല്ല സഭ വളരേണ്ടതും നിലനിൽക്കേണ്ടതും. കർത്താവ് എവിടെയും എപ്പോഴും ആയിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരു കേന്ദ്രമില്ല. ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ച് നേടുവാനല്ല അപ്പസ്തോലന്മാർ അയക്കപ്പെടുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ മിഷൻ ടു പൊസസ് ദ ഹോൾ വേൾഡ്, ഇറ്റ് ഈസ് റാദർ ടു വിൻ ദ വേൾഡ് ഫോർ ദ ലോർഡ്. നിശ്ചല ജലാശയത്തിൽ അവിടുന്ന് സൃഷ്ടിക്കുന്ന ഓളങ്ങൾ വലുതായി അതിൻ്റെ അതിർത്തികളിലേക്ക് പോകുന്നത് പോലെയാണത്. കാറ്റ് ചുറ്റുപാടുകളിലേക്കെല്ലാം വിത്തുകൾ വിതറുന്ന പോലെയാണത്. സ്നാനപ്പെടുത്തുക എന്ന ദൗത്യവും അവരെ അവിടുന്ന് ഏൽപ്പിക്കുകയാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലുള്ള മാമോദീസ എന്നതുകൊണ്ട് കർത്താവ് ഉപേക്ഷിക്കുന്നത് ദൈവത്തിൽ മുങ്ങിയും ഉണർന്നും അവിടുത്തെ ജീവൻ്റെ പൂർണ്ണതയിലേക്ക് ശിക്ഷിപ്പെടുന്നവരെ എല്ലാം നയിക്കുക എന്നാണ്. ഒരു പ്രത്യേക സമൂഹത്തെ സൃഷ്ടിക്കുവാനല്ല, ഒരു പുതിയ മതത്തിൻ്റെ സ്ഥാപനമായിരുന്നില്ല അവിടുത്തെ ലക്ഷ്യം. അത് തെറ്റായ വ്യാഖ്യാനത്തിലൂടെ പിന്നീട് സംഭവിച്ചതാണ്. അതായത് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആയിരുന്നില്ല അയക്കപ്പെടലിൻ്റെ ലക്ഷ്യം. ഇങ്ങനെയൊരു വ്യാഖ്യാനത്തിനെ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ശിഷ്യന്മാരുടെ അയക്കപ്പെടലിന് പ്രസക്തിയുള്ളൂ. അതുപോലെ അവിടുന്ന് നൽകുന്ന കൽപ്പനയ്ക്കും ഒരു നിയമവ്യവസ്ഥയുടെ സങ്കീർണതയില്ല. കർത്താവ് അവർക്ക് നൽകിയ കൽപ്പന പുതിയ തുടർ തലമുറകളും അനുസരിക്കണമെന്നാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അതായത് അവിടുന്ന് അവരെ സ്നേഹിച്ചതുപോലെ എല്ലാവരെയും സ്നേഹിക്കണം എന്നാണ് അവരെ പഠിപ്പിക്കേണ്ടത്.
താബോർ മല നമ്മുടെ അയക്കപ്പെടലിൻ്റെ പ്രതീകമാണ്. മലമുകളിലെ ദർശനം പോലെ ഒരു വിശാല ദർശനമാണ് ദൈവരാജ്യത്തിൻ്റേത്. നമ്മുടെ കണ്ണുകൾ തിളങ്ങേണ്ടത് പുതുമയുടെ ദർശനത്തിലൂടെ ആയിരിക്കണം. പഴയതിനെ പിന്തള്ളുന്നതാണ് പുനരുത്ഥാനം. പുനരുത്ഥാനത്തിൻ്റെ പ്രഘോഷണത്തിനാണ് നമ്മൾ അയക്കപ്പെടുന്നത്. ഉത്ഥാനത്തിൻ്റെ ഈ അനുഭവം നമ്മെ ആഴമായി സ്പർശിച്ചിട്ടുണ്ടോ? ഹാവ് വി ദിസ് പോസിറ്റീവ് എക്സ്പ്രഷൻ ഓഫ് അവർ വിഷൻ ആൻഡ് മിഷൻ? അതോ നമ്മൾ സഭ ഇനിയും നിഷേധാത്മകതയിൽ കുടുങ്ങിക്കിടക്കുകയാണോ? ടേബർ ഈസ് എ ലോഞ്ചിങ് പാഡ് ഫോർ എവരി വൺ ഓഫ് അസ്. താബോറിൻ്റെ അനുഭവം ഇറങ്ങിപ്പുറപ്പെടലിൻ്റെ അനുഭവമാണ്. സ്ഥലകാല വ്യാപ്തിയിലേക്ക് നമ്മുടെ ദർശനവും മനസ്സും ഹൃദയവും ഇറങ്ങിപ്പുറപ്പെടുമ്പോഴാണ് കർത്താവിൻ്റെ ഉത്ഥാനം നമ്മുടെ ജീവിത രഹസ്യത്തിൻ്റെ വെളിപ്പെടുത്തലും വ്യാഖ്യാനവും ആകുന്നത്. ഉത്ഥാനത്തിൻ്റെ നിറവിൽ നമുക്ക് ഉയർപ്പുകാലം തുടർന്നും ആഘോഷിക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ആശംസിക്കുന്നു.